2013 ജീത്തു മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു ക്ലാസിക് ക്രിമിനലിൻ്റെ മൂന്നാം വരവാണ് ദൃശ്യം 3. ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ 13 വർഷത്തെ ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലും അവരുടെ മാറ്റങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥയിൽ നിന്നാണ് ദൃശ്യം 3 ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ്. സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ക്യാരക്ടർ ആർക്ക് തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ഘട്ടത്തിലും വരുന്ന മാറ്റങ്ങൾ, അവരുടെ പ്രതികരണം, അവരുടെ ശാരീരിക പ്രകൃതി, അങ്ങനെ പല കാര്യങ്ങളും വളരെ വ്യക്തമായും സുന്ദരമായും ഈ സിനിമയിൽ കൊണ്ടുവരാൻ ജീത്തു ജോസഫിലെ സംവിധായകനും എഴുത്തുകാരനും കഴിയുന്നുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് സതീഷ് കുറുപ്പ് എന്ന് പറയുന്ന ഛായാഗ്രാഹകനാണ്. ഈ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കൃത്യമായി അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല ഛായാഗ്രഹണം പോസിറ്റീവായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ കാരണം രണ്ടാമത്തെ പകുതിയിൽ ഒരു ഷോട്ട് വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കളിയാണ്, ഒരു ഫുട്ബോൾ മാച്ചാണ്, ഒരു ക്രിക്കറ്റ് മാച്ചാണ്, ഒരു പുസ്തകം എഴുതുകയാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇത് ചെയ്യുന്ന ആൾക്ക് അയാളെ മാർക്ക് ചെയ്ത് വെക്കാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ സിനിമയിൽ സതീഷ് കുറുപ്പിന് കിട്ടുന്നുണ്ട്. അത് രണ്ടാം പകുതിയിലാണ്. ഒരു ഷോട്ട് അസാധ്യമായ രീതിയിൽ അദ്ദേഹം പകർത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് ഞാൻ പോസിറ്റീവാണെന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ സിനിമയുടെ പശ്ചാത്തല സംഗീതമാണ്. ഗ്രാഫ് ഉയർത്തുന്നതിൽ പശ്ചാത്തല സംഗീതം കൃത്യമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 1ഉം 2ഉം ഒക്കെ ഉള്ള പോലെ തന്നെ ഗംഭീരമായൊരു ക്ലൈമാക്സ് ദൃശ്യം 3യിലും അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. സിനിമയുടെ ആദ്യ പകുതി കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്നതിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ഭാഗങ്ങളിലുള്ള കഥാപാത്രങ്ങൾ മൂന്നാം ഭാഗത്തിൽ ഏതൊക്കെ രീതിയിലാണ് എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന കൃത്യമായൊരു ധാരണയോടെ എഴുതി വെച്ചിട്ടുള്ള ഭാഗമാണ് ഒന്നാം പകുതി. അവിടെ നമുക്ക് ജോർജ് കുട്ടിയെ കാണാം. ജോർജ് കുട്ടി ഒന്നാം ഭാഗത്തിൽ നിന്ന് മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് വരുന്ന ഏജിലെ മാറ്റം അയാളുടെ സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. അയാൾ കുറ്റബോധവും ഭയവും എല്ലാം ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് മൂന്നാം ഭാഗത്തിൽ മാറുന്നത്. അത് കൃത്യമായി ഷോൾഡർ ചെയ്ത് കൊണ്ടുപോകാൻ മോഹൻലാലിലെ മഹാനടന് കഴിയുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. മീന അവതരിപ്പിക്കുന്ന റാണി 1ലും 2ലുമുള്ള പോലെ നാടോടുമ്പോൾ നടുകെ ഓടുക പോലെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ പറയുകയും എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഥാപാത്രമായിട്ട് തന്നെ ഇതിലും കോൺസിസ്റ്റൻ്റായി തുടരുന്നുണ്ട്. പിന്നെ എസ്തറാണ്. എസ്തർ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയെ പോലെ ഓർത്തഡോക്സ് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന കഥാപാത്രമായിട്ട് നമുക്ക് റിലേറ്റബിളായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നു. അൻസിബ 1ൽ നിന്ന് 2ലെത്തുമ്പോൾ ഒരു വലിയ ട്രോമ ഉള്ള ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ 3ലേക്ക് എത്തുമ്പോൾ ആ ട്രോമയിൽ നിന്ന് മോചിതയാകുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു പക്ഷേ സ്പോയിലറായി മാറിയേക്കാം. മറ്റുള്ളവർ പല കഥാപാത്രങ്ങളുടെയും സ്വഭാവത്തിലും എല്ലാം വരുന്ന മാറ്റങ്ങൾ പറഞ്ഞാൽ അത് സ്പോയിലറായേക്കാം എന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്നതിനും അവരുടെ സാഹചര്യങ്ങൾ പറയുന്നതിനും ഒക്കെയാണ് ഒന്നാം പകുതി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ എൻഗേജിങ് ആവുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ലോജിക്കിൻ്റെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ചില ഭാഗങ്ങൾ നമ്മൾ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. സ്ക്രിപ്റ്റ് റൈറ്ററായി ജീത്തു ജോസഫ് ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ലോജിക്കിൻ്റെയും കൺഫ്യൂഷൻസിൻ്റെയും മിസ്റ്റേക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഈ സിനിമയുടെ വലിയൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് നമുക്ക് ആരാണ് വില്ലൻ എന്നോ ആരാണ് നായകനെന്നോ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങളൊക്കെ സിനിമ കാണുന്ന നമ്മൾക്ക് ശരിയായി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരാണ് വില്ലൻ, ആരാണ് നായകൻ, ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. എന്തായാലും മൂന്നാം ഭാഗത്തിലും ജീത്തു ജോസഫും ജോർജ് കുട്ടിയും എത്തുന്നത് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആളുടെ കഥയുമായിട്ട് തന്നെയാണ്. ഈ സിനിമ എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തിറങ്ങിയ മോഹൻലാലിൻ്റെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളിലൊന്നായിട്ടാണ് തോന്നിയത്. ഞാനൊരു മോഹൻലാൽ ആരാധകനും കൂടി ആയതുകൊണ്ട് എനിക്ക് ഈ സിനിമ പരിപൂർണമായും തൃപ്തി നൽകിയൊരു സിനിമയാണ്. നേരത്തെ പറഞ്ഞ കുറച്ച് ലാഗും കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്കുകളും ഉണ്ടെങ്കിൽ പോലും ആ കൺഫ്യൂഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ശ്രദ്ധയോടെ ഇരുന്നതാണ് സിനിമ കണ്ടത്. കാരണം ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ വരുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് എത്രത്തോളം എൻഗേജിങ് ആവുന്നു എന്നുള്ളതിനോടൊപ്പം
മിസ്റ്റീരിയസ് ആവുന്നു എന്നുകൂടിയുണ്ട്. ആ മിസ്റ്ററി ഉണ്ടാവും എന്ന ബോധ്യത്തോടെ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് അവിടുത്തെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷേ ആ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞാൽ സിനിമ കാണാത്ത ആളുകൾക്ക് അത് ഭയങ്കര അരോചകമായ ഒരു സംഭവമായി തോന്നും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ദൃശ്യം 3 എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ല സിനിമകളെ കണ്ട് വിജയിപ്പിക്കുക.